ഒടുവിൽ ട്രംപിന് വഴങ്ങി ഉക്രൈൻ. അപൂർവ ധാതുക്കളുടെ ഇടപാട് സംബന്ധിച്ച കരാറിൽ ധാരണയായി. ധാരണ അന്തിമഘട്ടത്തിലെത്തിയതായി ഇരു രാജ്യങ്ങളും അറിയിച്ചു. വ്ളാഡിമിർ സെലൻസ്കിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് മുന്നോടിയായാണ് ഉക്രൈൻ്റെ മനംമാറ്റം. വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഏത് സാഹചര്യത്തിലാണ് ഉക്രൈൻ്റെ ഒരു നിലപാട് മാറ്റം? ഈ യുദ്ധം അവസാനിപ്പിക്കുകയും യുക്രൈൻ്റെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യേണ്ട ആ ഒരു ഉത്തരവാദിത്വം സംബന്ധിച്ചായിരുന്നു ഇന്നലെ വരെ ചർച്ചകൾ നടന്നിരുന്നതെങ്കിൽ ഇന്ന് ചർച്ച കുറെ കൂടി അതിൻ്റെ അടുത്ത മാനങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെ അമേരിക്കൻ സന്ദർശനത്തിന് ശേഷം യുക്രൈൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കൃത്യമായ നീക്കങ്ങൾ ഉണ്ടാകണമെന്ന കർശനമായൊരു നിലപാട് തന്നെ യൂറോപ്യൻ യൂണിയൻ സ്വീകരിച്ചിരുന്നു, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ സ്വീകരിച്ചിരുന്നു എന്ന കൃത്യമായ നിലപാട് അവിടെ ട്രംപിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇന്നലെ ഇക്കഴിഞ്ഞ ദിവസം നേരിട്ട് കണ്ടപ്പോഴും അക്കാര്യം വിശദീകരിക്കുകയും ചെയ്തു ഇമ്മാനുവൽ മാക്രോൺ എന്നതാണ് യാഥാർത്ഥ്യം. അതിനുശേഷമാണ് ഇപ്പോൾ സെലൻസ്കിയുടെ സന്ദർശനം നടക്കാനിരിക്കുന്നു. അതിന് പിന്നാലെ അല്ലെങ്കിൽ അതിന് മുന്നോടിയായി തന്നെ ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെ സന്ദർശനം അമേരിക്കയിൽ നടക്കാനിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് യുക്രൈനുമായി ഒരു ധാരണയിലെത്താനുള്ള നീക്കങ്ങൾ ശക്തമാക്കിയത്. നേരത്തെ നമുക്കറിയാവുന്നതായിരുന്നു, ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന ചർച്ചകളിലൊന്നും തന്നെ യുക്രൈൻ്റെ സാന്നിധ്യമില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നപ്പോഴാണ് സ്വാഭാവികമായും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു ഇടപെടലെല്ലാം തന്നെ ഉണ്ടായത്. സ്വാഭാവികമായും ഇന്നലെ യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതൃനിരയും എല്ലാം തന്നെ ഇടപെട്ടതോടു കൂടിയാണ് ഒരു ധാരണയിലേക്ക് എത്തിയത്. അതായത് ധാതുക്കളുടെ കാര്യത്തിൽ, അതായത് യുക്രൈനിലുണ്ടായിരുന്ന സമ്പന്നമായ ധാതുക്കളുടെ കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിക്കണം, അല്ലെങ്കിൽ ആ ധാതുക്കളുടെ ലഭ്യത, ലോകത്തിന് ലഭ്യത, അമേരിക്കയ്ക്കുള്ള അതിൻ്റെ വാണിജ്യപരമായ സാധ്യത ഇതെല്ലാം തന്നെ തയ്യാറാക്കുന്നതിനുള്ള ഇടപെടൽ അനിവാര്യമെന്ന നിലപാടാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത്തരത്തിലുള്ളൊരു നിലപാടിൻ്റെ ഭാഗമായാണ് ഈ ഒരു ധാരണയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, അമേരിക്കയിൽ ഇലക്ട്രിക് മൊബിലിറ്റി അല്ലെങ്കിൽ മോഡേൺ സംവിധാനങ്ങളുടെ, ആധുനിക പരിസ്ഥിതി മലിനീകരണ രഹിതമായ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഈ അമേരിക്കയിൽ കുറെ കൂടി ശക്തമാക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ ലിഥിയം ഉപയോഗിച്ചുള്ള ബാറ്ററികൾ, അതായത് ലിഥിയം റിസോഴ്സ്, വലിയ റിസോഴ്സ് ഉണ്ട് യുക്രൈനിൽ. ആ ലിഥിയത്തിൻ്റെ പ്രയോജനം ലഭ്യമാക്കുക രാജ്യത്തിന് എന്ന നീക്കമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത്തരത്തിലൊരു കരാർ, അതായത് ധാതുക്കൾ കൈമാറ്റം ചെയ്യുന്നതിനും അതിൻ്റെ ഖനനം സംബന്ധിച്ചൊരു ധാരണ അമേരിക്കയുമായി എത്തുന്നതിനുമുള്ള തീരുമാനം ഈ വെള്ളിയാഴ്ച സന്ദർശിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നത്. വെള്ളിയാഴ്ച സെലൻസ്കി അമേരിക്കയിൽ എത്തുമെന്നാണ്. ആ അമേരിക്ക സന്ദർശന വേളയിൽ തന്നെ അത് സംബന്ധിച്ചൊരു ധാരണയുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിൻ്റെ പരിസമാപ്തി വിഷയത്തിൽ, അല്ലെങ്കിൽ പരിഹരിക്കുന്ന വിഷയത്തിൽ ഒരു വ്യത്യസ്തമായൊരു നീക്കം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഈ കരാർ യാഥാർത്ഥ്യമാക്കാൻ എന്നതുകൂടി കുറെ കൂടി വ്യക്തമാവുകയാണ് ഈ നടപടിയിലൂടെ. സുരേഷ്, ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.